السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നിസ്കാരം. മറ്റുള്ള ഏത് ഇബാദത്തിനേക്കാളും ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാൻ പാടില്ലാത്ത, വളരെയധികം ശ്രദ്ധയോടുകൂടി നിർവഹിക്കപ്പെടുന്ന ഒരു ഇബാദത്താണ് വിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം. ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ വിശുദ്ധ ഖുർആൻ വളരെയധികം പ്രശംസിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീകളാകുന്ന ആളുകൾ വിജയിച്ചുപോയി. അവരുടെ സ്വഭാവമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടെ ഖുശൂഅോടുകൂടെ നിസ്കാരം നിർവഹിക്കുന്നവരാണ് എന്ന് ഖുർആൻ ഒരിടത്ത് പറഞ്ഞു. അങ്ങനെ പല സ്ഥലങ്ങളിലായി നിസ്കാരം നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെയധികം പ്രശംസിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം നിസ്കാരം ഒഴിവാക്കുന്നവർക്കോ അത് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കാതെ അശ്രദ്ധാലുക്കളായി നടക്കുന്ന ആളുകൾക്കാണ് വൈലി എന്ന നരകമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ പല നിലക്കും പല സ്ഥലത്തും നിസ്കാരം ഒഴിവാക്കുന്നതിൻ്റെ ഗൗരവം വിശുദ്ധ ഖുർആൻ തന്നെയും പറയുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് സഖർ എന്ന നരകത്തിൽ കടക്കാൻ കാരണമെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ മറുപടിയായി പറയുന്നത്, ഖുർആൻ പറയുന്നുണ്ട്, ഞങ്ങൾ നിസ്കരിക്കാത്തവരുടെ കൂട്ടത്തിലായിരുന്നു, നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവരായിരുന്നു എന്ന അവരുടെ മറുപടി ഖുർആൻ എടുത്തു പറയുന്നതായി കാണാൻ കഴിയും. ചുരുക്കത്തിൽ നിസ്കാരം എന്നുള്ള ഇബാദത്ത് മറ്റേതൊരു ഇബാദത്തിനേക്കാളും വളരെയധികം ശ്രദ്ധയോടുകൂടി നിർവഹിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ ഹിസാബിന് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുമ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് എങ്കിൽ മറ്റുള്ള എല്ലാ ഇബാദത്തുകളും ചെറിയൊരു വിചാരണ കൊണ്ട്, നിസ്കാരത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അതെല്ലാം അല്ലാഹു തആല സ്വീകരിച്ചവർക്ക് സ്വർഗ്ഗപ്രവേശനം നൽകപ്പെടും. നേരെ മറിച്ച് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാത്തവനായിരുന്നു എങ്കിൽ അവൻ്റെ ആ നിസ്കാരം സ്വീകരിക്കപ്പെടാതിരുന്നു. അത് കാരണം മറ്റു അമലുകളും അല്ലാഹു തആല തള്ളപ്പെടുന്നൊരവസ്ഥയായിരിക്കും അയാൾക്കുണ്ടാവുക എന്ന് ഹബീബായ സയ്യിദുൽ വജൂദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ കാണാൻ കഴിയും. മഹാനായ ഇമാം ത്വബറാനി റളിയല്ലാഹു തആല അൻഹു സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അനിസ്സലാഹ്. നിസ്കാരത്തെക്കുറിച്ചാണ് ആദ്യമായി നാളെ മഹ്ശറിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഫഇൻ സലഹത്ത് സലഹ സായിറു അമലി. ആ നിസ്കാരം കൃത്യതയോടെ നിർവഹിച്ച വ്യക്തിയാണ് എങ്കിൽ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ആളായിരുന്നു എങ്കിൽ ബാക്കിയുള്ള എല്ലാ അമലുകളും നിസ്കാരത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കുകയാണ്. വഇൻ ഫസദത്ത് സായിറു അമലി. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല, വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാത്ത ആളായിരുന്നു എങ്കിലോ മറ്റുള്ള എല്ലാ ഇബാദത്തുകളും നിഷ്ഫലമായി പോവുകയാണ്, സ്വീകരിക്കപ്പെടാതിരിക്കുകയാണ് ചെയ്യുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും. അതെങ്ങാനും കേടായിപ്പോയാൽ ശരീരത്തിന് മറ്റെല്ലാ അവയവങ്ങളും കേടാവുന്നതുപോലെ നിസ്കാരം കൃത്യതയോടെ ഖുശൂഅോടെ ഭയഭക്തിയോടെ കൃത്യമായി നിർവഹിച്ച വ്യക്തിയാണെങ്കിൽ മറ്റുള്ള ഇബാദത്തുകളൊക്കെ നിസ്കാരത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുന്നു. നിസ്കാരത്തെ ശ്രദ്ധയില്ലാതെ വേണ്ട രൂപത്തിൽ കൃത്യതയോടെ നിസ്കരിക്കാത്ത വ്യക്തിയാണെങ്കിൽ നിസ്കാരം ഫസാദാകുന്നു. സ്വീകരിക്കപ്പെടാത്ത രൂപത്തിൽ അതായി മാറിയാൽ മറ്റുള്ള എല്ലാ അമലുകളും അതുപോലെ സ്വീകരിക്കപ്പെടാത്ത നിഷ്ഫലമായി പോകുന്നൊരവസ്ഥ വന്നു ചേരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. കാരുണ്യവാനായ റബ്ബ് ഖുശൂഅോടെ ഇഖ്ലാസോടെ ഭയഭക്തിയോടെ നിസ്കാരം നിർവഹിക്കാനുള്ള വലിയൊരു തൗഫീഖ് നമുക്ക് നൽകട്ടെ. കൃത്യമായ നിസ്കാരം നിലനിർത്തുന്നവരും നമ്മയും കുടുംബത്തെയും അല്ലാഹു തആല ചേർത്ത് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.